അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 7ാം ക്ലാസ്സിൻ്റെ പൊതുപരീക്ഷയിൽ ദുറൂസുൽ ഇഹ്സാൻ എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിൽ വന്ന ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ ഭാഗം നോക്കാം. ചേർത്തി എഴുതുക. അപ്പോൾ താഴെ 5ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഓരോന്നിനോടും യോജിച്ചത് ആ ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതാനാണ് പറയുന്നത്. ഒന്നാമത്തെ ചോദ്യം വജഅൽനാ നൗമക്കും. അപ്പോൾ അതിനോട് യോജിച്ചത് ഏതാണ്? ആദ്യം നമുക്ക് ആ ഒരു ബ്രാക്കറ്റിലുള്ളത് വായിച്ചു നോക്കാം. ഖാത്തിഉൻ അയൽപക്ക ബന്ധം, സുബാത്ത ഇരു കൈകളും ഉയർത്തുക, ഹൃദയം കടുത്തവൻ. അപ്പം ഒന്നാമത്തത് വജഅൽനാ നൗമക്കും സുബാത്ത. അപ്പം അതിനോട് യോജിച്ചത് എന്താണ്? നൗമക്കും എന്നുള്ളതിനോട് യോജിച്ചത് ഏതാണ്? സുബാത്ത എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആ ബ്രാക്കറ്റിൽ നിന്നും സുബാത്ത എന്നുള്ളത് എടുത്ത് എഴുതി കൊടുക്കുക. രണ്ടാമത്തെ ചോദ്യം ദുആഇൻ്റെ മര്യാദകളിൽ പെട്ടതാണ്. ഉത്തരം ഇരു കൈകളും ഉയർത്തുക. മൂന്നാമത്തത് ലാ യദ്ഖുലുൽ ജന്നത ഖാത്തിഉൻ. അവിടെ ഖാത്തിഉൻ എന്നുള്ളത് എഴുതി കൊടുക്കുക. നാലാമത്തത് വളരെ മഹത്വമുള്ളതാണ് അയൽപക്ക ബന്ധം. അവസാനത്തത് അള്ളാഹുവുമായി കൂടുതൽ അകന്നവനാണ് ഹൃദയം കടുത്തവൻ. അല്ലേ? അപ്പോൾ അവിടെ ഹൃദയം കടുത്തവൻ എന്നുള്ളത് എഴുതി കൊടുക്കുക. രണ്ടാമത്തത് ശരി അടയാളപ്പെടുത്തുക. ഒന്നാമത്തെ ചോദ്യം. അപ്പം ഓരോ ചോദ്യത്തിനും മൂന്ന് വീതം ഉത്തരം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഏതാണോ ശരി അതിന് നേരെ മാത്രമാണ് ശരി അടയാളപ്പെടുത്തേണ്ടത്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഒരു ദിവസത്തെ കൂടിയ ഉറക്കം 6 മണിക്കൂർ, 10 മണിക്കൂർ, 8 മണിക്കൂർ. ഏതാണ് കൂടിയ? ഒരു ദിവസത്തെ കൂടിയ ഉറക്കം 8 മണിക്കൂറാണ്. അപ്പം അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. രണ്ടാമത്തത് അയൽവാസിയെ ജയിലിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ഷാഫിഈ ഇമാം, അബു ഹനീഫ ഇമാം, മാലിക് ഇമാം. ഏതാണ് ശരി? അബു ഹനീഫ ഇമാമാണ്. അപ്പം അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. മൂന്നാമത്തത് ഒരു കൊല്ലത്തെ ദോഷം പൊറുക്കുന്ന നോമ്പ് ആഷുറ, അറഫ, താസുഅ. ഏതാണ്? ആഷുറ നോമ്പാണ്. അപ്പം അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. നാലാമത്തെ ചോദ്യം ഇസ്ലാം കേരളത്തിൽ എത്തിയത് നബിമാരിലൂടെ, സ്വഹാബികളിലൂടെ, ഔലിയാക്കളിലൂടെ. ഏതാണ് ശരി? സ്വഹാബികളിലൂടെ എന്നുള്ളതാണ്. അപ്പം അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. അഞ്ചാമത്തത് ബറാഅത്ത് രാവ് ഷഅബാൻ 13, ഷഅബാൻ 14, ഷഅബാൻ 15. ഏതാണ് ശരി? ഷഅബാൻ 15 അപ്പം അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി മൂന്നാമത്തെ ചോദ്യം ഉത്തരം എഴുതുക എന്നുള്ളതാണ്. ഒന്നാമത്തെ ചോദ്യം നരക നിവാസികളുടെ കിടത്തം ഏത്? ഉത്തരം കമിഴ്ന്ന് കിടക്കൽ. രണ്ടാമത്തത് ഭർത്താവിന് കടമപ്പെട്ടത് എന്തെല്ലാം? ഭാര്യയുടെ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം. മൂന്നാമത്തത് ദുസ്വപ്നം കണ്ടാൽ എന്ത് പറയണം? ഉത്തരം 3 തവണ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയണം. നാലാമത്തത് ക്ഷമ ആരുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ്? ഉത്തരം അമ്പിയാക്കളുടെയും അവരുടെ അനുയായികളുടെയും. അഞ്ചാമത്തെ ചോദ്യം തസ്ബീഹും ഇസ്തിഗ്ഫാറും വളരെ പുണ്യമുള്ള സമയങ്ങളാണ് ഏത്? അത്താഴ സമയം, സൂര്യാസ്തമയ സമയം. നാലാമത്തെ ഭാഗം വ്യക്തമാക്കുക എന്നുള്ളതാണ്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ദുആഇൻ്റെ അവസാനം പറയേണ്ട ആയത്ത് ഏതാണ്? സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. രണ്ടാമത്തെ ചോദ്യം 25 മുർസലുകളിൽ ഏറ്റവും ശ്രേഷ്ഠരായവർ ആരാണ്? ഉലുൽ അസ്മുകൾ. അപ്പോൾ അവിടെ ഉലുൽ അസ്മുകൾ എന്ന് എഴുതി കൊടുക്കുക. മൂന്നാമത്തെ ചോദ്യം
ഖുർആനിലെയും ഹദീസിലെയും നിയമങ്ങൾ ക്രോഡീകരിച്ചവർ മുജ്തഹിദുകൾ. നാലാമത്തെ ചോദ്യം, ഒരു ദിവസത്തെ ഏറ്റവും കുറഞ്ഞ ഉറക്കം ഏതാണ്? 6 മണിക്കൂർ. ഇനി പൂരിപ്പിക്കുക എന്നുള്ളതാണ്. 4ഓളം ചോദ്യങ്ങളാണ് അവിടെ നൽകിയിട്ടുള്ളത്. ഒന്നാമത്തേത് നോക്കാം. യാ മഅ്ശറ നിസാഇ ഡാഷ് മിനൽ ഇസ്തിഗ്ഫാരി ഡാഷ് അഹ്ലിന്നാർ. അപ്പോൾ അവിടെ ഏതാണ് പൂരിപ്പിച്ച് എഴുതി കൊടുക്കാനുള്ളത്? തസ്തഖ്ന വ അക്സിർന എന്നുള്ളതും ഫ ഇന്നി റഅയ്തുകുന്ന അക്സറ എന്നുള്ളതാണ്. അപ്പം അത് പൂരിപ്പിച്ച് മുഴുവനാക്കി വായിക്കും. എങ്ങനെ വായിക്കും? യാ മഅ്ശറ നിസാഇ തസദ്ദഖ്ന വ അക്സിർന മിനൽ ഇസ്തിഗ്ഫാരി ഫ ഇന്നി റഅയ്തുകുന്ന അക്സറ അഹ്ലിന്നാർ എന്ന് വരും. രണ്ടാമത്തത്, ബാങ്ക് കേൾക്കുമ്പോൾ ഡാഷ് നിർത്തി വെച്ച് ഡാഷ് ഇജാബത്ത് ചെയ്യണം. പൂർത്തിയാക്കി എഴുതുമ്പോൾ എങ്ങനെ വരും? ബാങ്ക് കേൾക്കുമ്പോൾ ഖുർആൻ പാരായണം പോലും നിർത്തിവെച്ച് സംസാരങ്ങൾ ഉപേക്ഷിച്ച് ബാങ്കിന് ഇജാബത്ത് ചെയ്യണം. മൂന്നാമത്തത്, ആദരിക്കപ്പെടേണ്ടവയിൽ ഡാഷ് വിശുദ്ധ ഖുർആൻ. ആദരിക്കപ്പെടേണ്ടവയിൽ ഏറെ പ്രധാനമായതാണ് വിശുദ്ധ ഖുർആൻ എന്ന് വരും. നാലാമത്തത്, വഅൻ യക്റഹ ഡാഷ് ഫിൽ കുഫ്രി കമാ യക്റഹു അൻ യുഖ്ദഫ ഫിന്നാർ. അപ്പോൾ അവിടെ അൻ യഊദു എന്നുള്ളതാണ് എഴുതി കൊടുക്കാനുള്ളത്. പിന്നെ കമാ യക്റഹു അൻ യുഖ്ദഫ എന്നുള്ളത്. ഇനി അടുത്തത് നോക്കാം. സാരം എഴുതാം. അവിടെ 4ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തത്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയസിൽ റഹിമഹു. അതിൻ്റെ അർത്ഥം എങ്ങനെ വരും? ഒരാൾ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ കുടുംബ ബന്ധം ചേർക്കട്ടെ. രണ്ടാമത്തത്, ഉദ്ഊനി അസ്തജിബ് ലക്കും. എന്നോട് നിങ്ങൾ ചോദിക്കുക, എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. മൂന്നാമത്തത്, വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. അപ്പം അതിൻ്റെ സാരം എങ്ങനെ വരും? പൊറുക്കലിനെ തേടിക്കൊണ്ടിരിക്കുന്ന നിലക്ക് അവരെ അല്ലാഹു ശിക്ഷിക്കയില്ല. നാലാമത്തത്, വമൻ യുഅല്ലിം ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. ഉത്തരം അർത്ഥം എങ്ങനെ വരും? അല്ലാഹുവിൻ്റെ ദീനിൻ്റെ ശിആറുകൾ ആരെങ്കിലും ആദരിച്ചാൽ അത് ഖൽബുകളുടെ തഖ്വയിൽ പെട്ടതാണ്. ഏഴാമത്തത്, കണ്ടെത്തുക. റൂഹിനെ അല്ലാഹു ഏറ്റെടുക്കുന്ന സമയം എപ്പോഴാണ്? ഉറങ്ങുന്ന സമയമാണ്. രണ്ടാമത്തത്, സ്വത്തും ഭവനവും ഒഴിവാക്കി നാട് വിടേണ്ടി വന്നത് നബിതങ്ങളും സ്വഹാബികളും. മൂന്നാമത്തത്, ഉറക്കവും സംസാരവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുത്തിരുന്ന സമയം. ഇശാഇൻ്റെ മുമ്പ് ഉറങ്ങലും ശേഷം സംസാരിക്കലും. നാലാമത്തത്, അയ്യാമു തശ്രീഖ് എപ്പോഴാണ്? ദുൽഹിജ്ജ 11, 12, 13. അപ്പോൾ ദുആ വസിയത്തോടെ നിർത്തുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.